കൊച്ചിയിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അതായത് കൊച്ചിയിലെ ഗുണ്ടാ നേതാവായിട്ടുള്ള അട്ടാണി അനീഷിൻ്റെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടിയെ യുവതിയെ പരിചയപ്പെടുന്നു, പിന്നീട് യുവതിയെ പീഡിപ്പിക്കുന്നു. അതിനുശേഷം ഈ യുവതിയുടെ ദൃശ്യങ്ങൾ പകർത്തി മറ്റ് സുഹൃത്തുക്കൾ ഇയാൾ കാഴ്ചവെക്കുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും അതിക്രൂരമായ പീഡനം നടന്നു. അതായത് 24-കാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച കേസ്. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മട്ടാഞ്ചേരി സ്വദേശി അട്ടാണി അനീഷ്, കൊല്ലം സ്വദേശി ഫിറോസ് ഖാൻ എന്നിവരെയാണ് സിറ്റി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാർച്ചിലാണ് അനീഷ് യുവതിയെ മയക്കുമരുന്ന് നൽകി ആദ്യം പീഡിപ്പിക്കുന്നത്. പിന്നീട് ആ പീഡന ദൃശ്യങ്ങൾ പകർത്തി ദൃശ്യങ്ങൾ ഫിറോസ് അടക്കമുള്ള സുഹൃത്തുക്കൾക്ക് ഇയാൾ കൈമാറി. ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഫിറോസ് യുവതിയെ കഴിഞ്ഞ ഞായറാഴ്ച തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. യുവതിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. പിടിയിലായ ഫിറോസ് മുൻപ് പോക്സോ അടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നാണ് സൂചന. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, കഴിഞ്ഞ ദിവസം ഈ തട്ടിക്കൊണ്ടുപോയ പീഡിപ്പിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൂട്ടബലാത്സംഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിനു മുൻപ് ഈ യുവതി പരാതി നൽകിയിരുന്നോ, അതോ ഏറ്റവും അവസാനം ഈ ഫിറോസ് പീഡിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ, പശ്ചാത്തലത്തിലാണോ യുവതി പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്? ടോം, ഈ യുവതി ഇപ്പോൾ മാത്രമാണ് പരാതി നൽകുന്നത്. അത് ഫിറോസ് ഖാൻ തട്ടിക്കൊണ്ടുപോയി, ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഫിറോസ് ഖാൻ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഒരാഴ്ചയോളം കൊച്ചിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ അവരെ ലഹരി മരുന്നുകൾ നൽകി അവരെ അവിടെ സൂക്ഷിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഒരാഴ്ചയോളം കടുത്ത പീഡനവും എല്ലാം തന്നെ തുടരുകയും ചെയ്തു എന്നതാണ് യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇവരെ പിന്നീട് ഇത് ബോധം വരുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തും. പക്ഷേ അവിടുന്ന് പുറത്ത് കടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലായിരുന്നു. പിന്നീട് ഒരു ദിവസമാണ് അവിടെ നിന്ന് ഇറങ്ങി പുറത്തു വരികയും അടുത്ത സമീപത്തുള്ള വീട്ടിലേക്ക് കയറി കാര്യങ്ങൾ പറയുകയും ചെയ്തത്. അവരാണ് പോലീസിനെ വിളിച്ച് അവർക്ക് കൈമാറുകയും എല്ലാം തന്നെ ചെയ്തതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. പോലീസ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുക്കുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഇതിൽ ആദ്യഘട്ടത്തിൽ ഈ പരാതി ഇതിനു മുൻപ് അട്ടാണി അനീഷ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവ് ഇവരെ പീഡിപ്പിച്ചിരുന്നു. പക്ഷേ ആ സംഭവത്തിലേക്ക് വഴി തുറക്കുന്നത് ഇതിൽ പിടിയിലായ ഫിറോസ് ഖാൻ്റെ മൊഴിയുടെ പശ്ചാത്തലത്തിലാണ്. എങ്ങനെയാണ് ഇവരെ പരിചയം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഈ പെൺകുട്ടി പറഞ്ഞു തൻ്റെ ഫോട്ടോ അടക്കം കാണിച്ചാണ് ഇങ്ങനെ പേടിപ്പിച്ച് തന്നെ കൊണ്ടു നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ഫിറോസ് ഖാനിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇയാൾ സമ്മതിക്കുന്നത്. തനിക്ക് ചില ദൃശ്യങ്ങൾ തൻ്റെ കൈവശം ഉണ്ടായിരുന്നു, ആ ദൃശ്യങ്ങൾ കാണിച്ചാണ് ഇവരെ പീഡിപ്പിച്ചത് എന്നതെല്ലാം തന്നെ പറയുന്നു. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് അട്ടാണി അനീഷ് എന്ന് പറയുന്ന ആളാണ്. മട്ടാഞ്ചേരി സ്വദേശിയാണ് ഇയാൾ. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവരെല്ലാവരും തന്നെയും. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇവരെ തട്ടിക്കൊണ്ടു പോകുന്നതും ഇങ്ങനെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നതും. അട്ടാണി അനീഷ് ഈ മാർച്ചിലാണ് ഇവരുമായി ബന്ധപ്പെടുന്നതും ഇവരുമായി പരിചയത്തിലാകുന്നതും പിന്നീട് ഇവരെ പീഡിപ്പിക്കുന്നതും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. അന്നും ലഹരി മരുന്നുകൾ നൽകിയെന്നാണ് പറയുന്നത്. അന്ന് പകർത്തിയ ദൃശ്യങ്ങളടക്കമാണ് പിന്നീട് ഇത് പുറത്തേക്ക് വരുന്നത്. അട്ടാണി അനീഷ് ഒരു കേസിൽ പ്രതിയായി അയാൾ ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഇയാൾ സുഹൃത്തുക്കൾക്ക് പലരും, ഈ ഫിറോസിന് അടക്കം പലർക്കും തന്നെ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തത്. അവരാണ് ഈ പെൺകുട്ടിയെ സമീപിക്കുകയും ഈ ദൃശ്യങ്ങൾ കാണിക്കുകയും പിന്നീട് തട്ടിക്കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത്. ഏതായാലും ഫിറോസ് ഖാനിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അട്ടാണി അനീഷിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മട്ടാഞ്ചേരി സ്റ്റേഷൻ ലിമിറ്റിലായതുകൊണ്ട് അവിടേക്കാണ് കേസ്. ഒന്ന് നോർത്ത് സ്റ്റേഷനിലുമായിട്ട് കേസ് തുടരുകയാണ്. ഏതായാലും വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്. കേട്ടോ, തീർച്ചയായും നമുക്കറിയാം ഈ 2 ക്രിമിനലുകളുടെയും പശ്ചാത്തലം. പ്രത്യേകിച്ചും അട്ടാണി അനീഷ് ഒരു സ്ഥിരം ക്രിമിനലാണ്, കൊടും കുറ്റവാളിയാണ്. ഫിറോസ് ഖാനും ഇയാളുടെ സുഹൃത്താണ്. പോക്സോ കേസിലടക്കം മുൻപ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ മറ്റ് പശ്ചാത്തലങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലങ്ങളെ കുറിച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ടോ? മാത്രമല്ല, എങ്ങനെയാണ് ഈ യുവതിയെ ഇവർ തുടക്കം മുതൽ ലൈംഗികമായി ചൂഷണം ചെയ്തത്? അതോടൊപ്പം ഈ ദൃശ്യങ്ങൾ പകർത്തി
നഗ്ന ദൃശ്യങ്ങൾ പകർത്തി കൂടുതൽ പേർക്ക് കാഴ്ചവെച്ചിട്ടുണ്ടോ? ഈ 2 പേർ മാത്രമാണോ പ്രതിപട്ടികയിലുള്ളത്? ടോം, നിലവിൽ ഈ 2 പേരെ കുറിച്ചുമാണ് ഈ പെൺകുട്ടി വിവരം നൽകിയിരിക്കുന്നത് എന്നതാണ്. ഈ പെൺകുട്ടി ആദ്യം പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവരെ പരിചയപ്പെടുന്നത് ഈ അട്ടാണി അനീഷ് എന്ന് പറയുന്ന ആളാണ്. ഇതൊരു ആശുപത്രി ജീവനക്കാരിയാണ് ഇവരെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ദീർഘകാലം ഇവരുടെ ഒരു ബാല്യകാലമെല്ലാം തന്നെ അന്തേവാസിയായിട്ട് താമസിക്കുകയായിരുന്നു. ഇത് ഓർഫനേജ് പോലുള്ളൊരു സ്ഥാപനത്തിൽ ആയിരുന്നു അവരുണ്ടായിരുന്നത്. പിന്നീടാണ് മറ്റ് പഠനം പൂർത്തിയാക്കി ജോലികൾക്ക് മാറ്റമായിട്ട് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ് ഇവരെ ഈ രീതിയിലേക്ക് ഇവരെ ഉപയോഗപ്പെടുത്തുന്നത് എന്നതാണ്. ഈ അട്ടാണി അനീഷാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അവരൊരു സൗഹൃദത്തിലാവുന്നതും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത്. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. വലിയ രീതിയിലുള്ള പല കുറ്റകൃത്യങ്ങളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാൾ ജയിലിലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ കേസിന് തൊട്ടു മുമ്പും മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലാവുകയും അവിടുന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇവർ സുഹൃത്തുക്കൾക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും ഇവർ ഡീറ്റെയിൽസ് നൽകുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഈ ഫിറോസ് എന്ന് പറയുന്ന ആളും കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ളതാണ്. നേരത്തെ പോക്സോ കേസിലടക്കം പ്രതിയാണ് ഇയാളെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മുഴുവനായും തന്നെയും ഒരു ക്രിമിനൽ സാഹചര്യമുള്ള ആളുകൾക്കിടയിലേക്കാണ് ഈ പെൺകുട്ടി എത്തപ്പെടുന്നത് എന്നതാണ്. ഏതായാലും ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവർ മാത്രമാണോ ഉള്ളത് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ ഈ അട്ടാണി അനീഷിനെ കുറിച്ച് വ്യക്തമായൊരു വിവരം നൽകിയിരുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഈ കേസിൽ ഫിറോസ് ഖാനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇയാളുടെ പങ്കുകൂടി ഈ കേസിൽ തെളിഞ്ഞു വരികയും ചെയ്യുന്നത്. ഏതായാലും 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. കൂടുതൽ പേരെ ഈ സംഘം ഇതുപോലെ ഇരയാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയുമാണ്. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കൊച്ചിയിൽ നടന്നത്. യുവതിയെ 24-കാരിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്നു. അതും അവരുടെ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തായിരുന്നു അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടന്നത്. ഈ കേസിലെ മുഖ്യപ്രതി അട്ടാണി അനീഷ് എന്ന കൊടും ക്രിമിനലാണ്. ഇയാൾ ഈ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി യുവതിയെ ഭീഷണിപ്പെടുത്തി ഇയാളുടെ സുഹൃത്തുക്കൾക്കടക്കം കാഴ്ചവെച്ചു. കേസിലെ 2ാമത്തെ പ്രതിയായിട്ടുള്ള, അതായത് യുവതി ഏറ്റവും ഒടുവിൽ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ ഫിറോസ് ഖാനും പിടിയിലായിരിക്കുന്നത്. ഈ കേസിൽ ഒരുപക്ഷെ കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരാം. വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.